എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അടുത്തൊരു മുൻപേ പ്രൊമോ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ ശിവേട്ടൻ ഒരു യാത്ര കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വാതിൽ തുറന്നു കൊടുക്കുന്നത് കമലയാണ്. കമല ചോദിക്കുകയാണ്, എവിടെയാ ശിവേട്ടൻ, ഇത്രയും സമയത്ത് കാണാനില്ലേ എന്നല്ല, എവിടെയാ പോയേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശിവേട്ടൻ പറയുവാണ്, ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് കടപ്പാട്ടൂര് ഒന്ന് കയറി. ആ സമയത്ത് കമല ചോദിക്കുവാണ്, അതെന്തിനാ അവിടെ പോയത്? ഞാൻ അവിടേക്ക് പോയത് ബാലചന്ദ്രനെ ഒന്ന് കണ്ടിട്ട് വരാലോ എന്ന് കരുതിയാ പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് കമല ചോദിക്കുവാണ്, വീട് പൂട്ടിയിട്ടിരിക്കുന്നു, അവിടേക്ക് എവിടെയാ പോയത്? വൈജയന്തിയും അതുപോലെ തന്നെ അതിശയത്തോട് ചോദിക്കുവാണ്, ഇത് എവിടെ പോയത് അവര്? സമയത്ത് ശിവൻ പറയുവാണ്, അതറിയത്തില്ല, ഇനി ഞാൻ ജുവലറിയിലും പോയി നോക്കിയായിരുന്നു. ചെന്നപ്പോ ഗോവർദ്ധനെ ബാലേട്ടൻ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. എവിടേക്കാണ് അവരുടെ യാത്രയെന്ന് അവിടെയുള്ളവർക്കും അറിയില്ല. ആ സമയത്ത് വൈജയന്തി പറയുവാണ്, അങ്ങനെയാണെങ്കിൽ പിള്ളേര് വീട്ടിൽ കാണത്തില്ലേ? ആ സമയത്ത് കമല പറയുവാണ്, അവരെവിടെ പോകാനാ, അവര് വല്ല സിനിമയ്ക്കോ വല്ലതും പോയി കാണും, നീ അവരെ ഒന്ന് വിളിച്ചു നോക്കൂ, ആ സമയത്ത് അറിയാലോ എവിടെയാ പോയെന്ന്. എന്തായാലും വൈജയന്തി ബബിതയെ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുകയാണ്, ബബിത നീ എവിടെയാന്ന്? ജിയോട് ബബിത പറയുവാണ്, ഞാൻ അമ്മയെ സിനിമ തിയേറ്ററിലാന്ന് പറയുന്നത്. ഭയങ്കര ശബ്ദമാ അമ്മേ, ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ തന്നെ ഞാൻ ഇറങ്ങിയതിന് ശേഷം അമ്മയെ വിളിക്കാട്ടോ എന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഫോൺ വെക്കുന്നുണ്ട്. വെച്ചതിന് ശേഷം വൈജയന്തി പറയുവാണ്, പിള്ളേര് തിയേറ്ററിലാണ്, ഭയങ്കര സൗണ്ട്, അതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഫോൺ വെച്ചു എന്ന് പറയുന്നു. ശേഷം വൈജയന്തി ചോദിക്കുവാണ്, എന്തിനാ ശിവേട്ടൻ കടപ്പാട്ടൂര് പോയത്? നിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ പോയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി ചോദിക്കുവാണ്, എന്റെ കാര്യമോ, ഇനി എന്താ സംസാരിക്കാനുള്ളത്? നിനക്ക് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ലേ? ആ സമയത്ത് വൈജ പറയുവാണ്, അതിന് ബാലേട്ടന് എന്നെ വേണ്ടല്ലോ, ഇപ്പോ എന്റെ ചോരയും നീരും ഒക്കെ ഇപ്പോ പറ്റിയില്ലേ, നീ ഇപ്പോ എന്നെ ആവശ്യമില്ല. ആ സമയത്ത് ശിവേട്ടൻ പറയുവാണ്, നിന്നെ ആവശ്യമില്ലാന്ന് നീയാ തീരുമാനിച്ചു. ശിവേട്ടൻ ചോദിക്കുകയാണ്, എന്നു മുതലാടി ചോരയും നീരും ഇല്ലാത്ത നിന്നെ ഉപയോഗിച്ചിട്ട് അയാൾ വേറെ പെണ്ണിനോടെ പോയത്? ബാലേന്ദ്രൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുള്ള ഒരാളുടെ പേര് നീ പറ, അത് പറയാൻ പറ്റുമോ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട് വേട്ടൻ. എന്നിട്ട് വൈജയന്തി പറയുവാണ്, പണവും സ്വർണവും കൊടുക്കാന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീയും പോകും എന്ന് തന്നെ പറയുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് ശിവേട്ടന്. ഞാൻ എന്നിട്ട് തിരിച്ചു ചോദിക്കുവാണ്, നിനക്ക് കുറച്ച് സ്വർണവും പണവും തന്നിട്ടുണ്ടെങ്കിൽ നീ പോകുമോ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് വൈജയന്തി ദേഷ്യത്തോടെ തന്നെ ചോദിക്കുവാണ്, എന്താ ശിവേട്ട ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ അങ്ങനെ ഒരു സ്ത്രീയാണോ? ആ സമയത്ത് ശിവൻ പറയുവാണ്, അല്ല, ഏത് സ്ത്രീയും പോകുമെന്നാ നീ ഇപ്പോ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എന്ന് ശിവൻ പറയുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി പറയുവാണ്, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്. ആ സമയത്ത് ശിവൻ ദേഷ്യത്തോടെ വീണ്ടും പറയുവാണ്, ഇനി നീ ബാലേന്ദ്രന്റെ കാര്യമാണോ പറഞ്ഞത്? ഈ കഴിഞ്ഞ 23 വർഷത്തിനിടയ്ക്ക് ബാലചന്ദ്രൻ പോയ ഒരു സ്ത്രീയുടെ പേര് നീ പറ, അത് പറയാൻ പറ്റുമോ? അലീനയുടെ പേരൊഴിച്ച് നീ പറയണം എന്ന് ദേഷ്യത്തോടെ ശിവേട്ടൻ പറയുന്നുണ്ട്. ആ സമയം ദേഷ്യം വന്നിട്ട് വൈജയന്തി പറയുവാണ്, അലീനയുടെ പേരിന് എന്താ കുഴപ്പം, അവളുടെ പേര് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശിവൻ പറയുവാണ്, അലീനയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖം അടിച്ച് ഞാൻ പൊട്ടിക്കും എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ നീ ഒരു പേര് പറയടി എന്ന് തന്നെ ദേഷ്യത്തോടെ ശിവേട്ടൻ പറയുവാണ്. ചിന്തിക്ക് എന്തായാലും വേറെ പേരൊന്നും പറയാനില്ലല്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങള് എന്തായാലും ബാലചന്ദ്രൻ അങ്ങനെ തെറ്റ് ചെയ്യില്ലെന്ന് വൈജയന്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വൈജയന്തി മിണ്ടാതെ പോകുന്നുണ്ട്. ആ സമയത്ത് ശിവൻ പറയുവാണ്, നീ അവിടെ നിന്നെ, ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി, ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നു പാവം നിനക്ക് എപ്പോഴും ഉള്ളതല്ല, അതുകൊണ്ട് തന്നെ നീ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ദേഷ്യത്തോടെ ശിവേട്ടൻ പറയുവാണ്. ആ സമയത്ത് വീണ്ടും വൈജയന്തി പറയുവാണ്, പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, എന്നെ അവർക്ക് ആവശ്യമില്ല, അത് അവരുടെ പെരുമാറ്റ രീതിയിൽ നിന്ന് തന്നെ മനസ്സിലായതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പറയുവാണ്, നിന്നെ അവർക്ക് വേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. നീ എന്താണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്? എന്തെങ്കിലും അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു സ്നേഹം അതെങ്കിലും നീ കൊടുത്തിട്ടുണ്ടോ? ക്കുമ്പോഴത്തേക്ക് വൈജയന്തി ചോദിക്കുകയാണ്, ഞാൻ അവരെ സ്നേഹിച്ചിട്ടില്ലേ? സമയത്ത് ചോദിക്കുവാണ് ശിവേട്ടൻ, എന്റെ അറിവിൽ ഇല്ല നീ സ്നേഹം കൊടുത്തതായിട്ട്. നീ ഈ 23 വർഷക്കാലം ഭരിച്ചു ബാലചന്ദ്രനെ, എല്ലാ കാര്യത്തിലും നീ ശല്യം ചെയ്തു, അല്ലാതെ ഒരു സ്നേഹം കൊടുത്തതായിട്ട് എന്റെ അറിവിലില്ല. മകനെ മെഡിസിന് വിടണം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോ നീ അത് പറ്റില്ല എന്ന് പറഞ്ഞു, അങ്ങനെ അവനെ എഞ്ചിനീയറിംഗിന് ചേർത്തു. ബിടെക്കിന് ബിടെക്കിന് വിടണം എന്നാണ് ബാലചന്ദ്രന്റെ ആഗ്രഹം, അത് നീ സമ്മതിച്ചില്ല. നീ ഏത് തീരുമാനത്തിനാടി നീ ബാലചന്ദ്രന്റെ ഇഷ്ടത്തിന് നിന്നിരുന്നത്? അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കരുത് എന്ന് വൈജയന്തിയോട് പറയുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി പറയുവാണ്, ഓ ഇപ്പൊ ഞാനായോ കുറ്റക്കാരി, ബാക്കി എല്ലാവരും നല്ലതാണോ എന്ന് ചോദിക്കുമ്പോ ശിവേട്ടൻ പറയുവാണ്, പിന്നല്ലാതെ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇറങ്ങിപ്പോയത്
ആ വീട്ടിൽ നിന്ന് മാത്രമല്ല അവരുടെയൊക്കെ മനസ്സിൽ നിന്നും കൂടെയാ. ശിവേട്ടൻ പറയുമ്പോൾ വൈജയന്തി പറയുവാണ്, ആയിക്കോട്ടെ, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, അത്രയേ ഉള്ളൂ എന്ന് വൈജയന്തി പറയുവാണ്. ആ സമയം വീണ്ടും ശിവേട്ടൻ പറയുവാണ്, ഈ 23 വർഷ കാലയളവിൽ അവൻ നന്നായിട്ട് അനുഭവിച്ചു, എന്നെ പോലെ തന്നെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കമൽ ചോദിക്കുവാണ്, ഇതിനാ അങ്ങനെ പറയുന്നത്? പേട്ടനെ ഞാൻ വൈജയന്തിയെ പോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. സമയത്ത് ശിവൻ പറയും, ബാലചന്ദ്രന്റെ അത്രയും വിവാഹം കഴിഞ്ഞ് ഞാൻ കൂടുതൽ സമയം ഗൾഫിലായിരുന്നല്ലോ, അതുകൊണ്ട് അത്രയും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്ന് ശിവൻ പറയും. അതിനുശേഷം ദേഷ്യത്തോടെ വൈജയന്തി തിരിച്ചു പോകുന്നുണ്ട്. ശിവേട്ടനെ ഒന്ന് ചെറിഞ്ഞു നോക്കിയിട്ട് കമലയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇനി കാണിക്കുന്നതെന്ന് വെച്ചാൽ കൃഷ്ണമോളെയും ബബിത മോളെയുമാണ്. വൈകിട്ട് അവരൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒന്ന് കിടക്കാൻ പോകുന്നുണ്ട് ബെഡെല്ലാം സെറ്റാക്കിയിട്ട്. ആ സമയത്ത് കൃഷ്ണമോള് ബബിതയോട് ചോദിക്കുവാണ്, അവിടെ അലീനേച്ചി ഉറങ്ങിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബബിത പറയുവാണ്, ഇല്ലെന്നാ തോന്നുന്നേ, രേവതികുട്ടിയുടെ ശബ്ദം കേൾക്കാം. എന്നിട്ട് കൃഷ്ണമോള് ചോദിക്കുവാണ്, ചേച്ചിക്ക് ഇവിടെ വന്നിട്ട് എന്താ തോന്നിയത്? ആ സമയത്ത് ബബിത പറയുവാണ്, നല്ല ആൾക്കാരാ, ആന്റിയും അങ്കിളും അതുപോലെ തന്നെ രേവതികുട്ടിയും അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ് കൃഷ്ണമോള്, ഇവിടെയും വീട്ടുജോലിക്ക് വേണ്ടിയാണ് ആ രേവതി ചേച്ചി വന്നത്, എന്നിട്ട് എത്ര കാര്യമായിട്ടാ അവരൊക്കെ നോക്കുന്നത്, രേവതി ചേച്ചിയെ പഠിപ്പിക്കാൻ വരെ വിട്ടു, നമ്മളെ വീട്ടിലോ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ ചേച്ചി എന്ന് കൃഷ്ണമോള് ബബിതയോട് പറയുന്നുണ്ട്. എന്നിട്ട് ബബിത ചോദിക്കണം, നമ്മുടെ വീട്ടിൽ എന്താ, ഒരു ദിവസം അലീന ചേച്ചി പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തി, അതിന് എന്തൊക്കെയാ അമ്മ പറഞ്ഞത് അലീന ചേച്ചി, ഒക്കെ വെച്ച് നോക്കിയാ ഇവിടുത്തെ രേവതികുട്ടിയുടെ ജീവിതം എന്ത് രസാ. സമയം ബബിത പറയുവാണ്, അമ്മ അങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യം കാണും, അതുകൊണ്ടായിരിക്കും എന്ന് ബബിത പറയുവാണേ. കൃഷ്ണമോള് പറയുവാണ്, എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ ഇങ്ങനെ തന്നെയാണ്, മിക്കവാറും ചേച്ചിയെ പ്രസവിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ആയത് എന്ന് പറയുമ്പോ ആ സമയത്ത് പറയുവാണ്, ദേ എന്റെ കയ്യിൽ നിന്ന് നീ തല്ല് മേടിക്കുകയെ എന്നു. രണ്ടുപേരും കൂടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോളും ബബിത മോളും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് എത്ര കാലമായല്ലേ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിടക്കുവാണേ. ആ സമയത്ത് ബബിത പറയുവാണ്, നീ ഒന്ന് കിടന്നുറങ്ങിക്കുന്നു. കൃഷ്ണമോൾ പറയുവാണ്, ഓ, ഇതിനെ സ്നേഹിക്കാനും സംസാരിക്കാനും ചെല്ലുന്ന എന്നെ പറഞ്ഞാൽ മതി, കാട്ടുപോത്തിനെയും ഇരിക്കാൻ ചെല്ലു ആയിരുന്നെങ്കിൽ പോലെ എതിർപ്പ് അത് കാണിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അവര് കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. കൃഷ്ണമോള് ഫോൺ കയ്യിലെടുത്ത് കൊടുത്തിട്ട് പറയുവാണ്, ഇത് ആ മുടിയൻ വല്ലതും ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ ഫോൺ എടുക്ക് എന്ന് പറയുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അമ്മ എന്നാ അടിച്ചിട്ടിരിക്കുന്നത്, ഞാൻ വിളിക്കുന്നതെന്ന് പറയും, നമ്മുടെ വൈജയന്തിയാണ് വിളിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു പേടിയുണ്ട് ഫോൺ എടുക്കാൻ. ഇത് എന്നിട്ട് കൃഷ്ണമോള് ചോദിക്കുവാണ്, ഫോൺ എടുക്കണോടി എന്ന് ചോദിക്കുന്നുണ്ട്. ആ, എടുക്കുക എന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫോൺ കട്ടാവുന്നുണ്ട്. എന്നിട്ട് ബബിത തിരിച്ചു വിളിക്കുന്നുണ്ട്. സമയത്ത് വൈജയന്തി ചോദിക്കാണ്, നീ എവിടെയാടി എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ബബിത പറയാണ്, ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വൈജയന്തി ചെയ്യണം, എവിടെയാ, വീട്ടിലുണ്ടോ നീ? അല്ല, ഞങ്ങൾ എറണാകുളത്താണ്. എറണാകുളത്ത് അവിടെ എന്താ എന്ന് ചോദിക്കും. ലീന ചേച്ചിയുടെ അനിയത്തിയില്ലേ രേവതികുട്ടി, അവരുടെ വീട്ടിൽ വന്നതാന്ന് പറയും. സമയത്ത് വൈജയന്തി ചോദിക്കുവാണ്, അവൾക്ക് എവിടെ നിന്നാ അനിയത്തിയുള്ളത്? അവളെപ്പോലെ തന്നെ ഏതോ ഒരു സ്ത്രീ ഉപേക്ഷിച്ചതല്ലേ ആ പെണ്ണിനെ, അങ്ങോട്ടേക്ക് എന്തിനാ നിങ്ങൾ പോയത്, ഈ ആവശ്യം എന്തായിരുന്നു എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ചുമ്മാ അലീനേച്ചിയുടെ കൂടെ വന്നേ ഉള്ളൂ, ഇനിയിപ്പോ എന്താമ്മേ കുഴപ്പം, അച്ഛനോട് പെർമിഷൻ മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇഷ്ടപ്പെട്ടിട്ട് വൈജയന്തി ചോദിക്കുവാണ്, ഒക്കെ അച്ഛൻ മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊരു അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നറിയാമോ, എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നില്ല. ഇത് ആ സമയത്ത് പറയുവാണ്, ഇപ്പോൾ നമ്മുടെ കാര്യം നോക്കുന്നത് അച്ഛനാണ്, അതുകൊണ്ടാണ് അച്ഛന്റെ പെർമിഷൻ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട്. സമയത്ത് വൈജയന്തിക്കാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യവും വരുന്നുണ്ട്. സമയത്ത് വൈജയന്തി പറയുവാണ്, തേടി നീയൊക്കെ എന്നെ ഉപേക്ഷിച്ചു അല്ലേ, ഇങ്ങനെ ഒരു തള്ള ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് വിളിച്ചു ചോദിക്കാന്ന് നിനക്കൊക്കെ തോന്നിയിട്ടില്ലല്ലോ, അതും പോരാഞ്ഞിട്ട് നാണമില്ല ഇവിടെ വലിഞ്ഞു കയറി കേക്കുവാണ്. അവളാണെങ്കിൽ ഒരു ഇത്തിൽ കണ്ണിയാണ്, വേണോ ഇത്തിൽ കണ്ണിയെ പോലെ പിടിച്ച് അവരുടെ ഊറ്റി കുടിച്ച് അവൾ ജീവിക്കുന്നത്, എന്റെ കൂടെ പോയേക്കുന്നു, എല്ലാം കൂടെ നിനക്കൊക്കെ നാണമില്ല, എങ്ങനെ എന്റെ വയറ്റിൽ തന്നെയാണോ ജനിച്ചെന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വിത പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ അമ്മയ്ക്ക് സംശയമൊന്നും വേണ്ട, അമ്മയുടെ വയറ്റിൽ തന്നെയാണ് ജനിച്ചത്, എന്തേ നിന്റെ അച്ഛൻ എന്ന് ചോദിക്കുന്നുണ്ട്. വേറെ മക്കൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണോ നിന്റെ അച്ഛൻ പോയിരിക്കുന്നത് എന്ന് ചോദിക്കും. ആ സമയത്ത് കൃഷ്ണമോൾക്ക് ദേഷ്യം വരുന്നത്. ആ സമയത്ത് കൃഷ്ണമോൾ ചോദിക്കണം, അമ്മയ്ക്ക് ഇതുപോലെയുള്ള സംസാരങ്ങൾ നിർത്താറായില്ലേ, എനിക്ക് നാണാകുന്നില്ലേ, എനിക്ക് എങ്ങനെ ഇത്രയും ചീപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോൾ. സമയത്ത് പറയുവാണ് വൈജയന്തി, കൃഷ്ണമോൾ നീ എൻ്റെ അടുത്ത് മിണ്ടരുത്,
ഒറ്റ ഒരുത്തിയാണ് അവളുടെ കൂടെ നിന്ന് കുടുംബം തകർത്തത്. സമയത്ത് കൃഷ്ണമോൾ പറയണ അമ്മയോട് സംസാരിക്കാൻ എനിക്കും താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മിണ്ടുന്നില്ല എന്ന് തന്നെ പറയുവാണ്. സമയം തന്നെ വീണ്ടും വൈജയന്തി ബബിതയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് നാണമില്ലാതെ വലിഞ്ഞു കയറി പോയിരിക്കുവാണ്, ഇങ്ങനെയാടി നീ ഇങ്ങനെ ആയി പോയത് ഒക്കെ പറയുമ്പോഴത്തേക്കും എന്തായാലും അമ്മ വിഷമിക്കണം, ഞങ്ങള് അച്ഛനോട് പെർമിഷൻ ചോദിച്ചിട്ടാ വന്നത്, നാണം കെട്ടാലും ഞങ്ങളല്ലേ നാണം കെടുന്നത്, അമ്മയല്ലല്ലോ പിന്നെ എന്താ. രണ്ടുപേരും കൂടെ തർക്കിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ജയന്തിക്കാണെങ്കിൽ ഫോൺ വെച്ചിട്ടും ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല, അത്ര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. അമ്മ ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം ഒരു വിഷമം തോന്നുന്നുണ്ട് രണ്ടുപേർക്കും, ബബിതയ്ക്കും കൃഷ്ണമോൾക്കും. ശേഷം കൃഷ്ണമോൾ പറയുകയാണെ എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ചേച്ചി പ്രസവിച്ചതിന് ശേഷമാണ് അമ്മ ഇങ്ങനെ ആയത്. കൃഷ്ണമോളെ നിനക്കിട്ട് നല്ലൊരെണ്ണം ഞാൻ വെച്ച് തരുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതാണ് കാണിക്കുന്നത്. ബബിതയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ട് കൃഷ്ണമോൾ. ഗ്രേസി അമ്മയും അലീനയും രേവതിക്കുട്ടിയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടിയെ ഉപദേശിക്കുന്നുണ്ട് അലീന. ഇത്തിരി കളിയാക്കലും സംസാരവും കുറച്ച് കൂടുതലാണ്, മോഹിത്തിന് നീ ഇനി കളിയാക്കരുത്. അന്നേരം പറയുവാണ് ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ചുമ്മാ രണ്ട് തമാശ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അലീന രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അലീന പറയുവാണ് ഇനി നീ അങ്ങനത്തെ തമാശ എന്ന് അവനോട് ചോദിക്കണം. സമയത്ത് രേവതി പറയുവാണ് ഓ സ്വന്തം ആങ്ങളെ പറഞ്ഞപ്പോൾ പൊള്ളി, ആങ്ങളയോട് ഇപ്പൊ ഭയങ്കര സ്നേഹമാണല്ലോ എന്ന് പറയുന്നുണ്ട്. സമയത്ത് അലീന പറയുവാണ് നീ ഇനി ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ നിന്റെ ഇരട്ട പേര് ഞാൻ വിളിച്ച് പറയും കേട്ടോ എന്ന് പറയുന്നുണ്ട്. സമയത്ത് ഗ്രേസി അമ്മ പറയുവാണ് അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വിളിക്കാനാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട് പണ്ട് മരം കൊത്തിയെന്നാണ് നമ്മുടെ രേവതിക്കുട്ടിയെ വിളിച്ചിരുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം രേവതിക്കുട്ടി പറയുവാണ് ഈ പേര് കേട്ടകൊള്ളാം, വല്ലവരുടെ മുൻപിൽ വെച്ചിട്ട് എന്നെ ആ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം അങ്ങ് മാറുവേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അലീനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ആണ് വിളിക്കുന്നത്, ദേ മനു വിളിക്കുന്നതെന്ന് പറയുന്നത്. ഗ്രേസിയമ്മ പറയുവാണ് ഇനി നമ്മൾ കുറച്ച് സമയം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയണ അത് സാരയില്ലെന്നേ. രേവതിക്കുട്ടി സമ്മതിക്കത്തില്ല, വാ ഗുളിയൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് രണ്ടുപേരും. അങ്ങനെ ഗ്രേസിയമ്മയും കൊണ്ട് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോഴത്തേക്ക് അലീന ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് ഹലോ മനുവേട്ടാന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുവാണ് നിങ്ങൾ എറണാകുളത്താണോ? മനുവേട്ടൻ എങ്ങനെയാ അറിഞ്ഞത്? ആ സമയത്ത് മനു പറയുവാണ് അച്ഛൻ ഇന്ന് കടപ്പാട്ടൂര് വന്നിരുന്നു, അപ്പോഴാ അറിഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന ടെൻഷനോടെ അയ്യോ മേഡവും അറിഞ്ഞോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.